ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് നമുക്ക് ഫാക്ടറിയിലേക്കൊക്കെ ഒന്ന് പോകണം കേട്ടോ. അവിടെ നമ്മളെ മേൽനോട്ടാണ് നമ്മുടെ പണി. സോ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ടൊന്ന് നോക്കൊക്കെ വേണം. അവർ പണി എടുക്കണ്ടോ എന്നൊക്കെ നമ്മളുടെ അടുത്താണ് നോക്കാൻ പറഞ്ഞത്. സോ നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ഗൈസ് നമ്മളിപ്പോൾ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, വണ്ടി ഒന്നും ഇവിടെ നിർത്താം. ആരോ വിളിക്കുന്നുണ്ട്. ഹലോ ഫ്രാങ്ക്ലിനെ, നീയാണോ? ആടാ ഞാൻ തന്നെ. ഞാൻ നിന്റെ സിറ്റിയിലേക്കൊന്ന് വരുന്നുണ്ട്. നീ എന്നെ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വരുമോ? എയർപോർട്ടിലേക്കോ? ഞാൻ വരാം. നീ അവിടെ വെയിറ്റ് ചെയ്യോ? ആടാ ഞാൻ വെയിറ്റ് ചെയ്യാം. നീ മെല്ലെ വന്നാൽ മതി. ആടാ ശരി ശരി. ഗായ്സ് അപ്പോൾ നമ്മളടുത്ത് ഫ്രാങ്ക്ലിനെ കേട്ടപ്പോൾ നമ്മൾ വിളിച്ചത്. അവനപ്പോൾ അവൻ്റെ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക എന്നാണ് പറഞ്ഞത്. 3D സിറ്റിയിൽ നിന്ന് നമ്മുടെ സിറ്റിയിലേക്ക് അവൻ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നത്. അവനിപ്പോൾ എത്തും ഗൈസ്. എയർപോർട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. നമ്മളിവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഗൈസ് ഇവിടെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് മറ്റേ എടുത്ത് നോക്കാം. ആടാ നീ എത്തിയോ? ആടാ ഞാൻ എത്തി. എന്താ സുഖമൊക്കെ അല്ലേ? ആടാ എനിക്കെന്ത്. അല്ല നീ ഇന്ന് ഫാക്ടറിയിലൊന്നും പോലെ? ഞാൻ ഫാക്ടറിയിൽ പോണ സമയത്താണ് നീ വിളിച്ചത്. എടാ നീ എന്തുവാണ് വണ്ടി വെച്ച് കാണിക്കണേ? നിൻ്റെ ആ പരിപാടി എൻ്റെ അടുത്ത് എടുക്കണ്ട ജാക്ക്. ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ. അത് വാടായിരുന്നു. ഗൈസ് നമുക്ക് നമ്മുടെ ഇവനെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്. ഇതേ ഒരു 10,000 പ്രാവശ്യം കണ്ടതാ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വാ ഗൈസ്, നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ വീട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ സ്ഥിരം വീഡിയോയിലുണ്ടാവും. ഇവനിത് എവിടെ പോയി കിടക്കാം? എത്തിയോ? ഇതാരാ? ഇത് നമ്മുടെ ഫ്രാങ്ക്ലിന്. നീയായിരുന്നോ? നിന്നെ കണ്ടിട്ട് കുറേ കാലേ. അല്ല ഫെലിക്സേ, ഇവനൊന്നും നീ ഉണ്ടാക്കില്ലേ? ഞാനെന്തുണ്ടാക്കാൻ? അത് ശരി, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ല. എൻ്റെ അടുത്ത് നീ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയാണ്ട് എൻ്റെ അടുത്ത് കിടന്ന് കൊണക്കുന്ന. ഞാൻ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തരാം. എന്തെങ്കിലും പോയി ഉണ്ടാക്ക്. ഞാൻ നിനക്ക് എൻ്റെ ബാൽക്കണി കാണിച്ചു തരാം ഫ്രാങ്ക്ലിന്. ബാൽക്കണിയോ? നോക്കട്ടെ. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അടിപൊളി തന്നെ. എടാ നീ എന്തിനാ അതിൽ കൂടെ ഇറങ്ങി വന്നാൽ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടിയ പോരെ? എൻ്റെ കയ്യും കാലും ഒടിഞ്ഞിട്ട് എന്നിട്ട് നീ കൊടുക്കടോ ഹോസ്പിറ്റൽ ബില്ല്? എൻ്റെ ഫ്രാങ്ക്ലിനെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ ഒന്ന് കയറിക്കേ. ഇതാണല്ലോ നിൻ്റെ താറ്. നീ എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇതെവിടെ കുറേ ആയിട്ടുണ്ടല്ലോ. നീ ശ്രദ്ധിച്ചിട്ടില്ല തോന്നണല്ലേ? ഞാൻ അവിടെ വരുന്നത് ഓരോ നിൻ്റെ പോലെ അടി ഉണ്ടാക്കാനൊക്കെ അല്ലേ? അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. സാറേ. ആരാണ്? ഞാനാ സാറേ, ജാക്ക്. എന്താ ജാക്ക് എവിടെയൊക്കെ? ഇതെൻ്റെ ഫ്രണ്ടാണ് ഫ്രാങ്ക്ലിൻ. ഇവിടെ ഇനി കുറച്ച് കാലം ഉണ്ടാവും. ഫ്രാങ്ക്ലിൻ അല്ലേ? ഫ്രാങ്ക്ലിൻ തന്നെ. ഇവനപ്പോൾ ഏത് കേസിൽ വന്നാലും നിങ്ങളെങ്ങാനും തൊട്ടാണ്ടല്ലോ. തൊട്ടാ സാറിന് എൻ്റെ സ്വഭാവം അറിയാമെങ്കിൽ അതന്നെ. നമ്മളൊന്നും ചെയ്യുന്നില്ലേ? എന്നാൽ ശരി സാറേ, പിന്നെ കാണാം. ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ ജസ്റ്റ് സാറിനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ, അല്ലെങ്കിൽ ഇവൻ അവിടെ ഇവിടെ പോയിട്ട് എന്തേലും ഒപ്പിച്ചിട്ടേ ഇവനെ പിടിച്ചതിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഗൈസ് നമ്മളെ ഫാക്ടറിയിലേക്ക് കേട്ടോ അവനെ കൊണ്ടുവരാൻ. എടാ ഇതാണ് എൻ്റെ ഫാക്ടറി. ഇതാണോ? അടിപൊളിയായിട്ടുണ്ടല്ലോ. ഫുൾ കണ്ടെയ്നേഴ്സ് ആണല്ലോ. ആടാ അണ്ണാ ഒരു കാര്യം പറയാണ്ട്. എന്താ? അതെ, അണ്ണൻ്റെ ലാപ്ടോപ്പ് കൊടുത്തില്ലേ ഒരാൾക്ക്? കൊടുത്തു. അയാളെ ഞാൻ കയ്യും കാലും ഓടിച്ചിട്ടു. 2 ആഴ്ചയില്ലേ? എടാ എനിക്ക് അയാൾ 2 ആഴ്ച മുന്നേ ആ ലാപ്ടോപ്പ് തന്നതാ. അണ്ണ ഞാനറിയാതെ. പൊട്ടൻ. അല്ലടാ ജാക്ക, ഇതാരാ? ഇതെൻ്റെ ആളാ, റോബ്. എടാ നീ എന്ത് തേങ്ങ കാണിച്ചു വെച്ചത്? അണ്ണ അതറിയാതെ. വന്നേ വണ്ടി കയറി. ശരി അണ്ണ. ഇത് വല്ല പ്രശ്നമാവോ? എനിക്കറിയോ, നീയല്ലേ വല്ലാണ്ട പോയിട്ട് ആളാവാൻ നിന്നത്. നിൻ്റെ അടുത്ത് ഞാൻ എന്തേലും പറഞ്ഞോ? ഇല്ല അണ്ണ, ഞാൻ പറഞ്ഞ പണി നീ ചെയ്താൽ മതി. അല്ലാണ്ട് വേറെ ഒന്നും ഒപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. സോറി അണ്ണ. ഇപ്രാവശ്യത്തേക്ക് നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നതണ്ണ? നമ്മളിനി സ്റ്റേഷനിലേക്ക്. അണ്ണ എന്നെ ഒറ്റ കൊടുക്കല്ലേ അണ്ണ? നിന്നെ ഒറ്റ കൊടുക്കാനാടാ പൊട്ട. ഞാനേ നിൻ്റെ കാര്യം കൊണ്ട് പോയി പറയട്ടെ. അയ്യോ അണ്ണ, അത് കേസാക്കൂലല്ലെങ്കിൽ അവർ. ഗൈസ് നമ്മളെന്തായാലും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ. തിരിച്ച് വീണ്ടും വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ 2 ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടി അടി ഉണ്ടാക്കിയിട്ട് 2 പാടെ കുത്തിത്തിരക്കി ഇരുന്നിട്ടുണ്ട്. അതെന്തായാലും ആവട്ടെ. സാറേ ഇവനെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ കടയിലുള്ള ഒരാളെ കൊന്നിട്ടുണ്ട്. സോ അപ്പം അതിന് പിന്നെ പിടിക്കരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാ. ജാക്കെ കുറച്ച് പൈസ ചിലവാകും. പൈസ അല്ലേ? അതൊക്കെ ഞാൻ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. ഓക്കെ. എന്നാ നീ പോയിക്കോ. പക്ഷെ ജാക്കേ അവനൊരു കുറ്റ ചെയ്തേ. എനിക്ക് പൈസ വേണ്ട.
കോൺസ്റ്റബിൾസ് അടിച്ച് കൊല്ലവനെ. സാറല്ലേ പറഞ്ഞപ്പോൾ പൈസ ചിലവാകുന്നു. നീ എനിക്ക് പൈസ അയച്ചെന്നല്ലോ. പൈസയും കിട്ടി, ഇവനെയും കിട്ടി. നീ എന്താ കാണിച്ചേ? കോൺസ്റ്റബിൾസ് നിങ്ങളൊക്കെ പൊട്ടന്മാരാണോ? എണീക്കടാ അവിടുന്ന്. സാറിന് ഈ ജാക്ക് ആരാന്നറിയില്ലടാ. എന്ത് സാറേ ഡാന്നാ? സാറേ എന്ന് വിളിച്ചു, പക്ഷേ ഡാന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നു. എന്നാ പിടിച്ചോ. അയ്യോ ഞങ്ങൾ കൂടെ കുത്താടാ ജാക്കേ. കുത്തിക്കോ. അയ്യോ റോബ്, എടാ റോബ് വീണു. അവൻ എന്തേലും ആവട്ടെ, അവനവിടെ ഇരുന്നോട്ടെ. അവൻ ജസ്റ്റ് ബോധം കെട്ടിട്ടല്ലേ ഉള്ളൂടാ ജാക്കേ. അവൻ എണീച്ച് വന്നോളൂ എന്തായാലും. തോന്നണേ എന്തേലും ആവട്ടെ. വേഗം നമുക്ക് വീട്ടിലേക്ക് പോവാം. നിന്നെ വീട്ടിലാക്കണ്ടേ? നീ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? ആടാ ഞാൻ അവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. എടാ ഈ ഫ്രാങ്ക്ലിൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇവൻ എന്തെങ്കിലും കൊടുക്ക്. ഓക്കെ ഗൈസ്, വീഡിയോ വേണ്ടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.